ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് SSLCയിലെ 4ാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് 4ാമത്തെ ഭാഗത്തിലോട്ട് പോവാം. 3ാമത്തെ ഭാഗത്തിൽ നമ്മൾ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ എല്ലാവരും നല്ലോണം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പൊ നമുക്ക് 4ാമത്തെ ഭാഗത്തിലോട്ട് കടക്കാം. 4ാമത്തെ ഭാഗത്തിലോട്ട് കടക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ കണക്കുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കാനും സാധിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 4ാമത്തെ ഭാഗത്തിലെ 1ാമത്തെ കണക്കിലോട്ട് നമുക്ക് പോവാം. 1ാമത്തെ കണക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക, ആൻസർ ചെയ്യുക. വളരെ സിമ്പിൾ. ഓക്കെ, നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രജനി ഹാസ് 3 നെക്ലസ്. അപ്പൊ രജനിക്ക് എത്ര നെക്ലസുകളുണ്ട്? 3 നെക്ലസ് ആൻഡ് 3 ഇയർ റിംഗ്സ്. 3 കമ്മലുകളും ഉണ്ട്, 3 നെക്ലേസുകളും ഉണ്ട്. പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ കളറിലെ ഉണ്ട്, ബ്ലൂ കളറിലെ ഉണ്ട്, റെഡ് കളർ സ്റ്റോൺസ്. നെക്ലസിന്റെ അകത്ത് അല്ലെങ്കിൽ നെക്ലസിലും അതേപോലെ തന്നെ നമ്മുടെ ഇയർ റിംഗ്സിലും ഏതൊക്കെ കളറിലെ സ്റ്റോൺസുകൾ പിടിപ്പിച്ചിരിക്കുന്നു? ഗ്രീൻ കളറ്, ബ്ലൂ കളറ്, അതേപോലെ തന്നെ റെഡ് കളറിലെ ആണ് പിടിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? നമുക്കൊരു കാര്യം ചെയ്യാം. നെക്ലസിന്റെ കളറുകൾ ഏതൊക്കെയാ മക്കളെ? നെക്ലസിന്റെ കളർ ഗ്രീൻ ഉണ്ട്, നെക്ലസ് ബ്ലൂ ഉണ്ട്, നെക്ലസ് റെഡും ഉണ്ട്, അല്ലെ? അതേപോലെ തന്നെ ഇയർ റിംഗ്സും എന്തുണ്ട്? ഇയർ റിംഗ്സ് ഗ്രീൻ ഉണ്ട്, ഇയർ റിംഗ്സ് ബ്ലൂ ഉണ്ട്, ഇയർ റിംഗ്സ് എന്തുണ്ട്? ഇയർ റിംഗ്സ് ബ്ലൂ ഉണ്ട്. അപ്പൊ ഇയർ റിംഗ്സ് ബ്ലൂ ഉണ്ട്, ഇയർ റിംഗ്സ് റെഡും ഉണ്ട്. ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ് ക്യാൻ ഷീ വിയർ ദം? ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ്? എത്ര വേസില് ഇവക്ക് ഇത് മാറിയും കയറിയും ഇടാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം എഴുതാം. അപ്പൊ എത്ര നെക്ലസുകളാണുള്ളത്? 3 ഏതൊക്കെയാ? ഗ്രീൻ, ബ്ലൂ, റെഡ്. അതുപോലെ ഇയർ റിംഗ്സ് എത്ര ഉണ്ട്? ഗ്രീൻ, ഇയർ റിംഗ്സ് ബ്ലൂ, ഇയർ റിംഗ്സ് റെഡ്. ഇതാണ് നമ്മുടെ 3 സാധനങ്ങൾ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെങ്ങനെയൊക്കെ ഡിഫറെന്റ് വേസില് ആർക്ക് നമ്മുടെ രജനിക്ക് ഇടാം എന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് പഠിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഇത് വരച്ച് കാണിക്കുന്നത്. ആദ്യത്തെ ദിവസം ഇയർ റിംഗ്സ് ഗ്രീനും നെക്ലസ് ഗ്രീനും ആയിട്ട് ഇടാം, അല്ലെ? ആദ്യത്തെ ദിവസം എന്തൊക്കെയായിട്ട് ഇടാം? ഇയർ റിംഗ്സും ഗ്രീൻ, അല്ലെ? ഇയർ റിംഗ്സും ഗ്രീൻ, നെക്ലസും ഗ്രീൻ. രണ്ടാമത്തെ ദിവസം ഇയർ റിംഗ്സ് ഗ്രീൻ, നെക്ലസ് ബ്ലൂ. 3ാമത്തെ ദിവസം ഇയർ റിംഗ്സ് ഗ്രീൻ, നെക്ലസ് റെഡ്. അടുത്തത് എന്താണ്? തിരിഞ്ഞുപോയി, ഞാൻ എഴുതി കോളം മാറിപ്പോയി, സോറി. നമുക്കൊന്നുകൂടെ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ ദിവസം അവൾ എങ്ങനെയൊക്കെ ഇട്ട്, രജനി എങ്ങനെയൊക്കെ ഇട്ട്? ഇയർ റിംഗ്സ് ഗ്രീൻ, നെക്ലസ് ഗ്രീൻ. അടുത്ത ഇയർ റിംഗ്സ് ഗ്രീൻ, നെക്ലസ് ബ്ലൂ. അടുത്ത ഇയർ റിംഗ്സ് ഗ്രീൻ, നെക്ലസ് റെഡ്. അടുത്ത ദിവസം എങ്ങനെയാണ്? ഇതും ഇതും, മനസ്സിലായി? അങ്ങനെ വരും. അപ്പൊ എന്താ? ഇയർ റിംഗ്സ് ബ്ലൂ, നെക്ലസ് ഗ്രീൻ. അടുത്ത ഇയർ റിംഗ്സ് ബ്ലൂ, നെക്ലസും ബ്ലൂ. അടുത്ത ഇയർ റിംഗ്സ് ബ്ലൂ, നെക്ലസ് റെഡ്. അടുത്ത ദിവസം എന്ത് വരും? ഇയർ റിംഗ്സ് റെഡ്, നെക്ലേസും റെഡ്. അടുത്ത എങ്ങനെയാണ്? സോറി, ഇയർ റിംഗ്സ് റെഡ്, നെക്ലേസ് ഗ്രീൻ. അടുത്ത ഇയർ റിംഗ്സും നെക്ലസ്. അപ്പൊ ഇയർ റിംഗ്സ് റെഡ്, നെക്ലേസ് ബ്ലൂ. അടുത്ത ഇയർ റിംഗ്സ് റെഡ്, നെക്ലേസ് റെഡ്. ഈ ഇത്രയും വേസിലെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇവക്ക് മാറിയും കയറി ഇടാൻ പറ്റത്തുള്ളൂ. ആർക്ക്? രജനിക്ക്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ടോട്ടൽ വേസ് എത്ര രീതിയിൽ മാറിയും കയറി എഴുതാം? ടോട്ടൽ വേസ് ഓഫ് വിയറിംഗ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? നമുക്ക് എത്ര എഴുതാം? ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. ടോട്ടൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. അല്ലെങ്കിൽ 3 × 3 എഴുതിയാൽ മതി, അല്ലെ? 3 × 3 എത്ര കിട്ടി? ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ടോട്ടൽ, അതിപ്പോ പേഴ്സ് ആയാലും ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഓക്കെ, അത് നിങ്ങൾ ഓർത്തോണം. ഇനി അവർ പറയാം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹെർ വിയറിംഗ് നെക്ലസ് ആൻഡ് ഇയറിംഗ് സെയിം കളർ? നെക്ലേസും ഇയറിംഗും സെയിം കളറിൽ വരാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ സെയിം കളർ എത്ര ഉണ്ട്? സെയിം കളറിൽ വരാവുന്ന എണ്ണം നോക്കുക. നമ്പർ ഓഫ് സെയിം കളർ ആദ്യം നോക്കുക. നമ്പർ ഓഫ് സെയിം കളർ ഏതാ? ഗ്രീൻ ഇയർ റിംഗ്സും ഗ്രീൻ എന്താണ് നെക്ലേസും, ബ്ലൂ ഇയർ റിംഗ്സും ബ്ലൂ നെക്ലേസും, അതേപോലെ തന്നെ എന്താണ് റെഡ് ഇയർ റിംഗ്സും റെഡ് നെക്ലസും. എത്ര വേസ് ഉണ്ട്? 3 വേസ്. അപ്പൊ അത് സെയിം കളറിന്റെ പ്രോബബിലിറ്റി സെയിം കളറിന്റെ പ്രോബബിലിറ്റി അപ്പൊ എത്ര വരും? ടോട്ടൽ എത്ര? 9. അതിൽ എത്ര? 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3.
സംഭവം മനസ്സിലായ? അടുത്ത ഏതാണ്? ഓഫ് ഡിഫറെന്റ് കളർ. അപ്പൊ എത്ര എണ്ണം? ഡിഫറെന്റ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. 3 എണ്ണം സെയിം ആണെങ്കിൽ ബാക്കി എത്ര എണ്ണമാണ്? 6 എണ്ണമാണ് ഡിഫറെന്റ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ത് വരും? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 9. ടോട്ടലിന് വ്യത്യാസമില്ല, ടോട്ടൽ 9 ആണ്. 9 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം. സിമ്പിൾ അല്ലേ? ഇതുപോലെ ചെയ്യാനുള്ളതാണ് ബാക്കി 2 പ്രോബ്ലം. ഈ പാർട്ടിന്റെ അത് നമ്മൾ ആകെ 3 പ്രോബ്ലം ആണുള്ളത്. അതിൽ ഒരെണ്ണം സിമ്പിൾ ആയെങ്കിൽ ബാക്കിയുള്ളത് സിമ്പിൾ ആയി. നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചു നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ ബോക്സ് കണ്ടെയ്ൻ. എന്താണ് പറയുന്നത് നോക്കളെ? ഒരു ബോക്സിൽ നോക്കുക, ക്വസ്റ്റ്യൻ വായിക്കാം. എ ബോക്സ് കണ്ടെയ്ൻ 4 സ്ലിപ്സ്. എത്ര സ്ലിപ്പുകളുണ്ട് ഒരു ബോക്സിന്റെ അകത്ത്? എത്ര സ്ലിപ്പുകളുണ്ട്? ഒരു ബോക്സിന്റെ അകത്ത് 1 2 3 4 എന്ന് എഴുതിയ 4 സ്ലിപ്പുകളും അനദർ ബോക്സ് കണ്ടെയ്ൻസ് എത്രയാണ്? 2 സ്ലിപ്സ് നമ്പേർഡ് 1 and 2. ഒരു ബോക്സിന്റെ അകത്ത് 4 സ്ലിപ്പുകളും രണ്ടാമത്തെ ബോക്സിന്റെ അകത്ത് എത്രണ്ണമാണ്? 2 സ്ലിപ്പുകളുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ബോക്സ് നമ്പർ 1ഉം ബോക്സ് നമ്പർ 2. അപ്പൊ ബോക്സ് നമ്പർ 1ൽ എത്ര എണ്ണം ഉണ്ട് മക്കളെ? ബോക്സ് നമ്പർ 1ഉം ഉണ്ട്, അതേപോലെ തന്നെ ബോക്സ് നമ്പർ 2 ഉണ്ട്. നമുക്ക് ബോക്സ് നമ്പർ 1ന്റെ അകത്ത് എത്ര സ്ലിപ്പുകളുണ്ട്? 4 എണ്ണം അല്ലേ? 4 എണ്ണത്തിന് 4 ബോക്സ്. 1 2 3 ഒരെണ്ണം കൂടെ വേണം അല്ലേ? 4. ബോക്സ് നമ്പർ 2ന്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട്? 2. അപ്പൊ എത്ര? 1 2. ഇനി നമ്മുടെ വേസ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് നോക്കേണ്ടത്. ഒന്നാമത്തെ ബോക്സിൽ 1 1, ഇതിന്റെ അകത്ത് 1 2, അടുത്തത് 2 1. ഇനി നിങ്ങൾ കൂടെ പറ, 2 2. അടുത്തത് 3 1, അടുത്തത് 3 2, അടുത്തത് 4 1, അടുത്തത് 4 കോമേറ്റോണം 4 2. ഇതാണ് നമ്മുടെ വേസ് ഓഫ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമുക്ക് എഴുതാം. ടോട്ടൽ വേസ് ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ഗുണം 2 അല്ലെ? 4 ഗുണം 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അതിലൊരു മാറ്റവും ഇല്ല. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇഫ് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചേ? ഇഫ് 1 സ്ലിപ്പ് ഈസ് ഡ്രോൺ ഫ്രം ഈച്ച് ബോക്സ്. ഓരോ ബോക്സിൽ നിന്ന് നമ്മൾ ഓരോ സ്ലിപ്പ് എടുക്കുന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഇഫ് ദ സം ഓഫ് ദ നമ്പർ ഈസ് ഓഡ്? ഇതിന്റെ അകത്തെ സം ഓഫ് ദ നമ്പർ ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി. ഇപ്പൊ സം നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? സം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുക. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 1 എത്രയാണ്? 2. ഇത് 2 1 എത്രയാണ്? 3. അടുത്ത എത്രയാണ്? 3 1 എത്രയാണ്? 4. 4 1 എത്രയാണ്? 5. ഇത് 1 2 എത്രയാണ്? 3. അതേപോലെ 2 2 എത്രയാണ്? 4. അടുത്തത് 3 2 എത്രയാണ്? 5. 4 2 എത്രയാണ്? 6. ഈ സമ്മ് ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദ സം ഓഫ് ദ നമ്പേഴ്സ് ബീയിങ് ഓഡ്? അപ്പൊ ഇതിന്റെ അകത്ത് ഓഡ് നമ്പർ ഏതൊക്കെയാ? 3 ഓടാണ്, 5 ഓടാണ്, ഈ 5 ഓടാണ്, അതേപോലെ ഈ 3 ഓടാണ്. ടോട്ടൽ നമ്പേഴ്സ് എത്ര ഉള്ളത്? ഓഡ് നമ്പേഴ്സ് എത്രയാണ്? ഓഡ് എത്ര ഉണ്ട്? 4. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഓഡ് എന്തായിരിക്കും? ടോട്ടലായ 8, അതിന്റെ മുകളിൽ 4, അതായത് വെട്ടിക്കളയുമ്പോൾ എത്ര വരും? 1/2. അതേപോലെ ഈവൻ നമ്പറിന്റെ ആണ്. അടുത്തത് നോക്കി, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദ സം ബീയിങ് ഈവൻ? അപ്പൊ നമ്മൾ നോക്കണം, 4 എണ്ണം ഓടാണ്, ആകെ മൊത്തം 8 എണ്ണം. അതിൽ 4 എണ്ണം ഓടായാൽ ഈവൻ എത്ര ആയിരിക്കും? 4. അപ്പൊ അതിന്റെയും പ്രോബബിലിറ്റിക്ക് വ്യത്യാസമില്ല. പ്രോബബിലിറ്റി എന്ത് തന്നെ ആയിരിക്കും? 4/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിക്കുന്ന രീതി പോലെ ഇരിക്കും. നമ്മൾ ടഫ് എന്ന് വിചാരിക്കുന്ന കാര്യം ടഫായിരിക്കും. നമ്മൾ എന്ത് സിമ്പിൾ ആയിട്ട് തോന്നുന്നു അതെല്ലാം നമുക്ക് സിമ്പിൾ ആയിരിക്കും. നമ്മൾ ഒന്നും ടഫായിട്ട് വെക്കരുത്. എല്ലാം സിമ്പിൾ ആണ്. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല അല്ലെ? എല്ലാവർക്കും പറ്റുമെങ്കിൽ നമുക്കും പറ്റും. അത്രയും ചിന്തിക്കുക. ഈ ലോകം കീഴടക്കിയ പല ആൾക്കാരുണ്ട് അല്ലെ? അവർക്കെല്ലാം ലോകം കീഴടക്കാമെങ്കിൽ നമുക്കും ലോകം കീഴടക്കാം. നമ്മുടെ മനസ്സ് കണക്കിരിക്കും. നമ്മൾ അതിലോട്ട് എത്തിച്ചേരണമെന്ന് നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുക. രാവിലെ എഴുന്നേറ്റ് ആഗ്രഹം തുടങ്ങിയിട്ട് കാര്യമില്ല. തീവ്രമായി ആഗ്രഹിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഹാർഡ് വർക്കും കൂടെ ചെയ്താൽ മതി. അതിൽ എത്തിച്ചേർന്നിരിക്കും. അത് 100% ഉറപ്പാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പാഠഭാഗത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ. നിങ്ങൾക്ക് ഇത് ഈ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതും സിമ്പിൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതും സിമ്പിൾ ആയിരിക്കും. എന്താണ് പറയുക? എ ബോക്സ് കണ്ടെയ്ൻ 4 സ്ലിപ്സ്. എന്താണ് സ്ലിപ്പേഴ്സ് അല്ല, സ്ലിപ്സ് എത്രയാണ്? 1 2 3 4. അപ്പം ബോക്സ് നമ്പർ 1 നമ്മൾ എന്തൊക്കെ എഴുതുന്നു മക്കളെ? ബോക്സ് നമ്പർ 1 നമ്മൾ 4 സ്ലിപ്പുകളാണ് ഇടുന്നത്. 1 2 3 4. അതേപോലെ തന്നെ അനദർ ബോക്സ് കണ്ടെയ്ൻ 3 സ്ലിപ്സ്. അടുത്ത ബോക്സ് നമ്പർ 2 എത്രണ്ണമാണ്? ബോക്സ് നമ്പർ 2 3 എണ്ണം. അപ്പൊ 1 2 3. കുഴപ്പമില്ലല്ലോ. ആദ്യത്തെ ബോക്സിൽ 1 2 3 4. രണ്ടാമത്തെ ബോക്സിൽ 1 2 3. ഇനി നമുക്ക് അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്യാം. നോക്കിയേ, ഇവിടെ എന്ത് വരും? 1 1, ഇവിടെ 1 2, ഇവിടെ 1 3, ഇവിടെ 1 4, ഇവിടെ 2 1, ഇവിടെ 2 2, ഇവിടെ
2 3, ഇവിടെ 2 4, ഇവിടെ എന്ത് വരും 3 1, ഇവിടെ 3 2, ഇവിടെ 3 3, ഇവിടെ 3 4. സിമ്പിൾ അല്ലേ? അറേഞ്ച്മെന്റ് കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? If one slip is drawn from each box, ഓരോ ബോക്സിൽ നിന്ന് നമ്മൾ ഓരോ സ്ലിപ്പ് എടുത്താൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ബീയിങ് ഓഡ് ആൻഡ് വാട്ട് ഈസ് അപ്പൊ പ്രൊഡക്റ്റ് ആണ് ഇവിടെ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണിക്കുക. നേരത്തെ സം ചെയ്ത പോലെ ഇവിടെ ഗുണിക്കുക. അപ്പൊ 1 ഗുണം 1 എത്രയാണ്? 1. 2 ഗുണം 1 2. 3 ഗുണം 1 3. ഇവിടെ 1 ഗുണം 2 2. 2 ഗുണം 2 4 അല്ലെ? 3 ഗുണം 2 6. അതേപോലെ 2 ഗുണം 3 3 ഗുണം 1 3. 2 ഗുണം 3 6. അടുത്ത 3 ഗുണം 3 9. ഇതെത്ര വരും? ഇത് 4, ഇത് 8, ഇതെത്ര? 3 12. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്താം? ടോട്ടൽ വെയ്സ്. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ വെയ്സ് ചെയ്താം. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ടോട്ടൽ വെയ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? പറ. 4 ഗുണം ഇവിടെ 4 അല്ലെ? മുകളിലത്തെ 4, ഇത് 3. അപ്പൊ 4 ഗുണം 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യൻ ചെയ്യാം. സബ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് നമ്പേഴ്സ്, പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ബീയിങ് ഓഡ്. അപ്പൊ ഇവിടെ ഓഡ് എന്തൊക്കെയുണ്ട്? 1 ഓടാണ് അല്ലെ? ഞാൻ വേറെ കളർ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 1 ഓടാണ്, 3 ഓടാണ്, അതേപോലെ തന്നെ 6 2 4 6 ഓടല്ല. ഇതിൻ്റെ അകത്ത് ഓട് 9 ഓടാണ്. അപ്പൊ ആകെ മൊത്തം എത്ര ഓട് മാത്രമേ ഉള്ളൂ നമുക്ക്? നോക്കിയേ, ഓട് നമ്പർ 1 ഓടാണ്, 3 ഓടാണ്, അതേപോലെ തന്നെ ഇവിടെ 2 ഓടാണ്, ഇവിടെ ഒരു 3 കൂടെ ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് എത്ര എണ്ണമാണ്? ഓഡ് നമ്പേഴ്സ് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടല് 12, അതിൽ 4. ദാറ്റ് ഈസ് വെട്ടിക്കളയ അല്ലെ? 4 വെച്ച് വെട്ടാം. 4 ഗുണം 1 4, 4 ഗുണം 3 12. സെറ്റ് അല്ലേ? അടുത്ത നോക്കിയേ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഈവൻ. അപ്പൊ നമ്മൾ നോക്കുക, ആകെ മൊത്തം 12 എണ്ണം ഉണ്ട്. അതിൽ 4 എണ്ണം ഓടാണെങ്കിൽ മിച്ചം എത്ര എണ്ണം ആയിരിക്കും? ഈവൻ 8 എണ്ണം ഈവൻ ആയിരിക്കും. സത്യം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈവന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്ത് വരും മക്കളെ? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടലി 12, അതിൽ 8 അല്ലെ? നമുക്ക് വെട്ടാൻ 2 വെച്ച് വെട്ടാൻ നേരം എത്ര വരും? 4 വെച്ച് വെട്ടാം. 4 ഗുണം 2 ആണ് 8, 4 ഗുണം 3 ആണ് 12. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലെ 4ാമത്തെ ഭാഗവും നമ്മൾ എന്താണ് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.